Hello, we go to the second video of the 3 L's of empowerment. Page number 9 and go to the second paragraph. In the last class, we have seen that Christine Lagarde is looking at the whole problem of women empowerment from the economic point of view. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ സാമ്പത്തിക ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് ക്രിസ്റ്റീൻ ലാഗാർഡ് പറയുന്നത് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു. അപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിനായി സാമ്പത്തികമായ കാഴ്ചപ്പാടിൽ നിന്നും ഫ്രം എൻ എക്കോണമിക് പോയിന്റ് ഓഫ് വ്യൂ യു ക്യാൻ ഹാവ് 3 L's, 3 strategies, 3 techniques, and these are what she calls learning, labor and leadership, and these are the 3 L letter words. It is there where we have stopped. Well, we go to the second paragraph. First about learning. So let's think about learning, and please remember this is a speech, and please see how she is organizing her ideas. ഈ ഒരു പ്രസംഗത്തിൽ അവരുടെ ആശയങ്ങൾ അവരെങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഭാഷാപരമായിട്ടുള്ള ഒരു സ്കിൽ എന്നുള്ളത് പ്രസംഗങ്ങൾ എഴുതുവാനും പ്രസംഗങ്ങൾ അവതരിപ്പിക്കുവാനുമുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഈ ചാപ്റ്ററിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രസംഗം അവതരിപ്പിക്കുന്ന രീതി ശ്രദ്ധിക്കുക. അതിൻ്റെ തുടക്കത്തിൽ തന്നെ അവരതിൻ്റെ ഒരു പ്രാധാന്യത്തെ അവതരിപ്പിച്ചു. ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് ഇൻട്രൊഡക്ഷൻ. അത് കഴിഞ്ഞ് അതിൽ പ്രധാനപ്പെട്ട ആശയങ്ങളൊന്നും തന്നെ അവിടെ വിശദീകരിച്ചിട്ടില്ല. അവയൊന്ന് ചുരുക്കി പറഞ്ഞതിന് ശേഷം ആ ചുരുക്കി പറഞ്ഞ കാര്യങ്ങളെ ഓരോന്നിനെയും വിശദീകരിക്കുന്ന പാസേജുകളാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇൻ ദാറ്റ് വേ ദിസ് ഇസ് എ വെൽ ഓർഗനൈസ്ഡ് പബ്ലിക് സ്പീച്ച്. സോ വി ഗോ ടു ദ നെക്സ്റ്റ് ലെവൽ ആൻഡ് ഷീ സേസ് ദാറ്റ് ലെറ്റ്സ് തിങ്ക് അബൌട്ട് learning. Okay, and this is the first L letter word. First about learning. Education is the foundation upon which any change is built. This is an important observation. Education is the foundation upon which any change is built. Change എന്നുള്ളത് കൊണ്ട്, മാറ്റം എന്നുള്ളത് കൊണ്ട് സാമൂഹിക മാറ്റം എന്നാണ് ഉദ്ദേശിക്കുന്നത്. What we mean is a change in the present condition of women. സ്ത്രീകളുടെ ഇന്നത്തെ അവസ്ഥയിൽ നിന്നുമുള്ള ഒരു മാറ്റം എന്നുള്ളതാണ് ചേഞ്ച് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ചേഞ്ച് വരണമെങ്കിൽ എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ. വിദ്യാഭ്യാസമാണ് അതിനുള്ള അടിസ്ഥാനം എന്ന് പറയുന്നു. ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ്പ് ദംസെൽവ്സ് ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ എന്നാണ്. ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ്പ് ദംസെൽവ്സ്. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഹെൽപ്സ് യു ടു ഹെൽപ്പ് യുവർ സെൽഫ് എന്ന് പറയുന്ന പോലെയാണ്. ഹൗ ഡസ് എഡ്യൂക്കേഷൻ ഹെൽപ്പ് യു? ഇറ്റ് ഹെൽപ്സ് യു, ഇറ്റ് എയ്ഡ്സ് യു, ഇറ്റ് അസിസ്റ്റ് യു ടു ഹെൽപ്പ് യുവർ സെൽഫ്. മറ്റാരെയും സഹായിക്കാൻ ഉപകരിക്കുന്നതിലുപരിയായി അവനവനെ തന്നെ സഹായിക്കുവാനാണ്, അവനവനെ തന്നെ വളർത്തുവാൻ, ഗ്രോത്തിന് വേണ്ടി സഹായിക്കുവാനാണ് എഡ്യൂക്കേഷൻ ഉപകാരപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് ഇറ്റ് ഹെൽപ്സ് വിമൻ, എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് വിമൻ, ഇറ്റ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ്പ് ദംസെൽവ്സ്. And it helps them to break the shackles of social exclusion എന്ന് പറയും. എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ബഹിഷ്കരണം എന്നാണ് അർത്ഥം. ഓക്കെ, യു ആർ എക്സ്ക്ലൂഡിങ് സംതിങ് ഓർ യു ആർ എക്സ്ക്ലൂഡിങ് സംബഡി മീൻസ് ദാറ്റ് യു ആർ കീപ്പിംഗ് ദം ഔട്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് വിമൻ ടു ഫൈറ്റ് എക്സ്ക്ലൂഷൻ. സാമൂഹികമായ ബഹിഷ്കരണത്തിൽ നിന്നും അവഗണനയിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാൻ വിദ്യാഭ്യാസം അവരെ സഹായിക്കുന്നു എന്നർത്ഥം. ഹെൽപ്സ് ടു ബ്രേക്ക് ദ ഷാക്കിൾസ്. ഷാക്കിൾസ് മീൻസ് ചെയിൻസ്, ബോണ്ടേജസ്, തടസ്സങ്ങൾ ഓഫ് എക്സ്ക്ലൂഷൻ. Nowhere is this more essential than in a developing world. This is another important word, the developing world. In economics, you speak about 3 kinds of worlds. Okay, the developed world, the developing world, and the underdeveloped world. Okay, the developed world means വികസിത രാജ്യങ്ങൾ, where the economy has grown to the full. The developing world is in a state of growing, in a state of development. It has not come to the level of the developed world, but it is still developing. That is developing world. And the undeveloped world or the underdeveloped world is a world, is a country where there has been no development at all. It has resources,
ഓക്കെ, ബട്ട് ദാറ്റ് റിസോഴ്സസ് ഹാവ് നോട്ട് ബീൻ യൂസ്ഡ് അറ്റ് ഓൾ. അസംസ്കൃത സാധനങ്ങളുണ്ടെങ്കിലും വിഭവങ്ങളുണ്ടെങ്കിലും അതൊന്നും തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത സാങ്കേതിക വിദ്യ വികസിച്ചിട്ടില്ലാത്ത, വിദ്യാഭ്യാസം വളർന്നിട്ടില്ലാത്ത, സാമൂഹികമായി വളർന്നിട്ടില്ലാത്ത സമ്പദ് വ്യവസ്ഥകളെയാണ് നമ്മൾ അൺഡെവലപ്ഡ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിന് രണ്ടിനും ഇടയിലുള്ള ഈ ഡെവലപ്പിംഗ് വേൾഡ്, യു ആർ തിങ്കിങ് ഓഫ് ദ ഡെവലപ്പിംഗ് വേൾഡ്, ആൻഡ് ദാറ്റ് ഈസ് വൈ ഷീ ഈസ് സ്പെസിഫിക്കലി സെയിങ് നോവർ ഈസ് ദിസ്. അവിടെ ദിസിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് റെഫറിങ് ടു ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. നോവർ ഈസ് എഡ്യൂക്കേഷൻ, നോവർ ഈസ് ദിസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഇൻ ദ ഡെവലപ്പിംഗ് വേൾഡ്. ഇഫ് യു ആർ തിങ്കിങ് അബൌട്ട് പുവർ കൺട്രീസ്, ഇഫ് യു ആർ തിങ്കിങ് അബൌട്ട് ഡെവലപ്പിംഗ് ഇക്കോണമീസ്, you need to stress the need for education എന്ന് പറയുന്നു. ഓക്കെ, ഡെവലപ്പിംഗ് വേൾഡ്. ദർ ഇസ് എൻ ആഫ്രിക്കൻ adage. adage എന്ന് പറഞ്ഞാൽ പഴഞ്ചൊല്ല്, പ്രോവർബ് എന്നൊക്കെയാണ് അർത്ഥം. ദർ ഇസ് എൻ ആഫ്രിക്കൻ adage and this is important because this is coming from Africa. ആഫ്രിക്ക പോലുള്ള ഒരു പിന്നോക്ക സാമ്പത്തിക രാജ്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്നുമാണ് ഈ ഒരു പഴഞ്ചൊല്ലുണ്ടായിട്ടുള്ളത്. വാട്ട് ഈസ് ദാറ്റ്? ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ്, you train a man. If you educate a girl, you train a village. This is it. Because a boy's education is a personal education. ഒരു ആൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് ഒരു പുരുഷന് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് തുല്യമേ ആവുന്നുള്ളൂ. അതേസമയം ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത്, to educate a girl means you are educating a whole village. ആ പെൺകുട്ടിയിലൂടെ അവൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തെ ഒന്നാകെ, ആ ഗ്രാമ വ്യവസ്ഥിതി അല്ലെങ്കിൽ ആ സമൂഹത്തെ ഒന്നാകെ പരിശീലിപ്പിക്കുന്നതിന് തുല്യമാണ് ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് എന്ന്. ഇറ്റ് ഈസ് ഷോയിങ് ദ കമ്പാരിറ്റീവ് ബെനിഫിറ്റ് ഓഫ് ഗിവിങ് എഡ്യൂക്കേഷൻ ടു വിമൻ, ഗിവിങ് എഡ്യൂക്കേഷൻ ടു ഗേൾസ്. എപ്പോഴും നമ്മുടെ സമൂഹത്തിലാണെങ്കിൽ പോലും സ്ത്രീ വിദ്യാഭ്യാസത്തിനെ എതിർക്കുന്നവർ ധാരാളമുണ്ട്. ഓക്കെ, they always feel that women are supposed to be in the kitchen always. They are supposed to be in the house always. They are not supposed to be outside the house. They are not supposed to be in the economic activity എന്നൊക്കെ കരുതുന്ന വളരെ പിന്തിരിപ്പനായിട്ടുള്ള കാഴ്ചപ്പാടുകളുള്ള ആളുകൾ സമൂഹത്തിൽ ഇപ്പോഴുമുണ്ട്. അപ്പോൾ ഇതൊരു പൊതുവായിട്ടുള്ള കാഴ്ചപ്പാടാണ്. അപ്പോൾ അതിനെതിരെയാണ് പറയുന്നത്, ഇഫ് യു ആർ ഇൻ എ ഡെവലപ്പിംഗ് ഇക്കോണമി, if you think that women are not contributing to the development of economy, the first step is to give education to women. Because giving education to women means giving education to the entire society. What is the meaning of that? Women ultimately become, in due course, they become wives, they become mothers, and they become, the people who build families, and families are the microcosm of the society. സമൂഹം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് ഫാമിലി എന്ന് പറയുന്നത്. ഈ ഫാമിലിയുടെ ഫോക്കൽ പോയിൻ്റ് ആയിരിക്കുന്നത്, കേന്ദ്രമായിരിക്കുന്നത് സ്ത്രീകളായിരിക്കുന്നത് കൊണ്ട് ടു എഡ്യൂക്കേറ്റ് എ വുമൺ മീൻസ് യു ആർ എഡ്യൂക്കേറ്റിംഗ് ദ ഹോൾ ഫാമിലി, യു ആർ എഡ്യൂക്കേറ്റിംഗ് ദ ഹോൾ സൊസൈറ്റി ത്രൂ ഹെർ. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. ദ ഫസ്റ്റ് എൽ ഈസ് ലേണിംഗ് ആൻഡ് വി ഗോ ടു ദ സെക്കൻഡ് എൽ. ഇഫ് ലേണിംഗ് ഈസ് ജസ്റ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ലേബർ ഈസ് ദ സെക്കൻഡ്. You cannot stop with learning only. If you educate a woman, it is your responsibility to give her a job, to give her employment. So, labor is the second. തൊഴിലാണ് രണ്ടാമത്തെ എൽ എന്ന് പറയുന്നത്. Labor facilitates women to flourish and achieve their true potential. This is how labor is helping women. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് തൊഴിൽ അത്യന്താപേക്ഷിതമാണ് എന്ന് പറയുന്നത്? It helps them to flourish. Flourish means grow, to develop. Okay, labor gives women a chance to develop and achieve, അത് മാത്രമല്ല, and achieve their true potential. Potential means strength, power. If a woman, not only a woman, if any human being wants to grow to the maximum of his individuality, of his strength, കഴിവ്, he or she should be having a job, should be having an employment. ഓക്കെ, ഒരു തൊഴിൽ മേഖല, ഒരു കർമ്മ മേഖല കണ്ടുപിടിക്കുമ്പോഴാണ് ഒരു വ്യക്തി പൂർണ്ണതയിലെത്തുന്നത്. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ബട്ട് അറ്റ് പ്രസൻറ്റ് when women participate in the workforce, they too often tend to get stuck in low-paying, low-status and low-security jobs.
ദിസ് ഇസ് എ സോഷ്യൽ റിയാലിറ്റി. ഓക്കെ, സ്ത്രീകൾക്ക് തൊഴിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അതിലും ഗുരുതരമായൊരു പ്രശ്നം, തൊഴിൽ കിട്ടിക്കഴിഞ്ഞാൽ പോലും അവർക്ക് ഏത് തരത്തിലുള്ള ജോലികളാണ് കിട്ടുന്നത്. ദേ ആർ ഗെറ്റിംഗ് ലോ പേയിങ് മീൻസ് വിത്ത് ലോ സാലറി, വളരെ തുച്ഛമായ വേതനം കിട്ടുന്ന, ലോ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ ഡിഗ്നിറ്റി, അന്തസ്സ് എന്നാണ് അർത്ഥം. സോ ലോ സ്റ്റേറ്റസ്, അന്തസ്സ് കുറഞ്ഞ താഴ്ന്ന നിലവാരത്തിൽ നിന്ന് വിശ്വസിക്കപ്പെടുന്ന, ആൻഡ് ലോ സെക്യൂരിറ്റി ജോബ്സ്. സെക്യൂരിറ്റിയുടെ അർത്ഥം സ്ഥിരത എന്നാണ്, കണ്ടിന്യൂറ്റി, സ്റ്റെബിലിറ്റി എന്നാണ് അർത്ഥം, അല്ലാതെ സുരക്ഷിതത്വം എന്നല്ല. അപ്പോൾ ജോലി സുരക്ഷിതത്വമില്ലാത്ത, സ്ഥിരമല്ലാത്ത, താൽക്കാലികമായ ടെമ്പററി ജോബ്സ് ആണ് എപ്പോഴും സ്ത്രീകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ദേ ആർ ഗെറ്റിംഗ് ലോ പേയിങ് ജോബ്സ് and low status jobs and low security jobs, and this is one reason why women are not attracted to jobs. Okay, and globally women earn only 3/4 as much as men, even with the same level of education and in the same occupation. This is another burning issue. In fact, that is an extension of what she has said earlier. പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. When women go to work there, she is getting only 3/4 as much as men. പുരുഷന് കിട്ടുന്നതിനെ അപേക്ഷിച്ച് 3/4, 3/4 എന്ന് പറഞ്ഞാൽ 3/4 ഭാഗം വേതനം മാത്രമേ സ്ത്രീക്ക് കിട്ടുന്നുള്ളൂ. പുരുഷന് കിട്ടുന്നതിൻ്റെ 3/4% സ്ത്രീക്ക് വേതനം കിട്ടുന്നുള്ളൂ. അത് what is the discrimination? What is the injustice here? Even when women have equal education, even when they have the same kind of experience, and even when they are working equally with men in the same occupation, men are getting more salary, but women are getting only 3/4 of the salary. പുരുഷന് കിട്ടുന്നതിനേക്കാൾ 3/4 പങ്ക് മാത്രമേ സ്ത്രീക്ക് കിട്ടുന്നുള്ളൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇറ്റ്സ് എ സോഷ്യൽ റിയാലിറ്റി. ഓക്കെ, now surely one of our most basic norms should be equal pay for equal work. അപ്പോൾ ആദ്യം മാറേണ്ടത്, തൊഴിൽ നൽകണം എന്നുള്ളത് പോലെ തന്നെ മാറേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ശമ്പളത്തിൻ്റെ കാര്യത്തിലുള്ള ഇൻജസ്റ്റിസ് ആണ്, ഇൻഈക്വാലിറ്റിയാണ്. സോ വാട്ട് ഷുഡ് ബി അവർ മോട്ടോ? നമ്മുടെ മുദ്രാവാക്യം എന്നുള്ളത് എന്തായിരിക്കണം? ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, തുല്യ ജോലിക്ക് തുല്യ കൂലി എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒന്നാമത്തെ പരിഗണന. ഓക്കെ, and recent researches show that eliminating gender gaps, look at this word, gender means status on the basis of sex. ഓക്കെ, പുരുഷനോ സ്ത്രീയോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ, ജീവശാസ്ത്രപരമായ ഈ ഒരു അടിസ്ഥാനത്തിൽ സാമൂഹികമായ അന്തസ്സ് നിശ്ചയിക്കുന്നതിനെയാണ് ജെൻഡർ എന്ന് പറയുന്നത്. ലിംഗപദവി എന്നാണ് അതിൻ്റെ മലയാളം. ഓക്കെ, സോ വാട്ട് ഈസ് ഡിറ്റർമൈനിങ് യുവർ സോഷ്യൽ സ്റ്റേറ്റസ് ഈസ് നോട്ട് യുവർ ക്വാളിറ്റി, നോട്ട് യുവർ എഡ്യൂക്കേഷൻ, നോട്ട് യുവർ യുവർ അച്ചീവ്മെൻറ്റ്. വാട്ട് ഈസ് ഡിസൈഡിങ് യുവർ പൊസിഷൻ ഇൻ ദ സൊസൈറ്റി ഈസ് വെദർ യു ആർ എ മാൻ ഓർ എ വുമൺ. ഒരാളുടെ കഴിവുകളോ അല്ലെങ്കിൽ ശേഷികളോ ഒന്നുമല്ല ഒരാളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നത്. അയാൾ പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ളതാണ് എന്ന് വരുന്നത് തികച്ചും അനീതിയാണ്, ഇൻജസ്റ്റിസും ഇൻഈക്വാലിറ്റിയുമാണ്. അതിനെയാണ് നമ്മൾ ജെൻഡർ ഗ്യാപ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഷീ സേസ് ഈസ് റീസെൻറ്റ് റിസർച്ചസ്, അടുത്ത കാലത്തുണ്ടായിട്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള റീസേർച്ചസ്, ഗവേഷണങ്ങൾ ഓക്കെ തെളിയിക്കുന്നത് ഷോ ദാറ്റ് eliminating means removing, ഓക്കെ, ടേക്കിംഗ് അവേ, റിമൂവിങ് മാറ്റുക, ഓക്കെ ഇല്ലാതാക്കുക, എലിമിനേറ്റിംഗ് ജെൻഡർ ഗ്യാപ്സ്. ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ രീതിയിലുള്ള സോഷ്യൽ ഇൻഈക്വാലിറ്റീസ് ഓൺ ദ ബേസിസ് ഓഫ് ജെൻഡർ ഷുഡ് ബി എലിമിനേറ്റഡ്. എലിമിനേറ്റിംഗ് ജെൻഡർ ഗ്യാപ്സ് ഇൻ ഇക്കോണമിക് പാർട്ടിസിപ്പേഷൻ. ഇക്കോണമിക് പാർട്ടിസിപ്പേഷൻ മീൻസ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്, ഉൽപാദനപരമായ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ തൊഴിൽ. ഓക്കെ, ഇൻ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ക്യാൻ ബ്രിങ് ആൻ increase in per capita income. Please remember this. This is the point where she has begun. Okay, the per capita income in some countries is very low because women do not contribute to national production. എന്നാണ് പറഞ്ഞിട്ടുള്ളത്. So how can you improve this the levels of national income? Only by making women work. സ്ത്രീകൾക്ക് തൊഴിൽ കൊടുത്തുകൊണ്ടും അവർ ചെയ്യുന്ന തൊഴിലിന് തുല്യമായ വേതനം ലഭിച്ചുകൊണ്ടും
ലിംഗനീതി ഉറപ്പാക്കിക്കൊണ്ടും ഇക്വാലിറ്റി ഓപ്പർച്യൂണിറ്റി ഉറപ്പാക്കിക്കൊണ്ടുമാണ് നമ്മുടെ പ്രതിശീർഷ വരുമാനം, ദാറ്റ് ഈസ് ദ പെർ ക്യാപിറ്റ ഇൻകം കുഡ് ബി ഇൻക്രീസ്ഡ്. ദിസ് ഈസ് വാട്ട് ഷീ സേസ്. ആൻഡ് വി ക്യാൻ അൺഡൗട്ടഡ്ലി പ്രൊമോട്ട് more opportunity for women in the workplace. It is all about changing the laws. This is it. If you want to give more opportunity for women in the workplace, you have to change the laws of the work. നിയമങ്ങൾ, തൊഴിൽ നിയമങ്ങളാണെങ്കിലും സാമൂഹിക നിയമങ്ങളാണെങ്കിലും മാറ്റിക്കൊണ്ട് മാത്രമേ യു ക്യാൻ എൻഷുവർ സോഷ്യൽ ഈക്വാലിറ്റി, സാമൂഹിക തുല്യത ഉറപ്പുവരുത്താൻ കഴിയുകയുള്ളൂ. You can undoubtedly promote more opportunity for women in the workplace. It is all about changing laws. For example, by ensuring that property and inheritance laws do not discriminate against women. This is important. Property laws, സ്വത്ത് നിയമങ്ങൾ. Inheritance laws, പിന്തുടർച്ചാവകാശ നിയമങ്ങൾ. അപ്പോൾ സ്വത്ത് സംബന്ധിച്ച നിയമങ്ങൾ, പിന്തുടർച്ചാവകാശം സംബന്ധിച്ച നിയമങ്ങൾ, ഇതെല്ലാം സ്ത്രീകൾക്ക് അനുകൂലമായി മാറ്റി എഴുതിക്കൊണ്ട് മാത്രമേ യു ക്യാൻ ഫ്രീ ദ സൊസൈറ്റി ഫ്രം ഡിസ്ക്രിമിനേഷൻ. ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ വിവേചനം, സ്ത്രീകളോടുള്ള വിവേചനം മാറണമെങ്കിൽ അവരെ സംബന്ധിക്കുന്ന സ്വത്ത് നിയമങ്ങൾ, അതായത് പൈതൃക സ്വത്തിൽ, പിതാവിൻ്റെ സ്വത്തിൽ ഉള്ള അവകാശം, പൈതൃക സ്വത്തിലുള്ള അവകാശം, അതുപോലെ കുടുംബത്തിൽ അവർക്കുള്ള സ്വത്തിലുള്ള പിന്തുടർച്ചാവകാശം, ഇതെല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ ഡിസ്ക്രിമിനേഷൻ എന്നുള്ളത് മറികടക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നു. ആൻഡ് ദാറ്റ് ഈസ് ട്രൂ. Okay, we shall stop there for the day and we will continue with the next video in the next class. Okay, thank you.